ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഡോക്ടർ ലിഷാനയാണ്. ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വേറെ ആരുമില്ല, നമ്മുടെ മുറുവണ്ണയാണ്. ഈ മുറുവണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എസെൻഷ്യലായിട്ട് വീട്ടിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ആൾ തന്നെയാണ് കേട്ടോ. കാരണമെന്ന് വെച്ചാൽ ഏതൊരു കൊച്ചുകുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ഏതൊരു ഒടിവോ ചതവോ മുറിവോ എന്ത് തന്നെ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുകയും അതിന് ഒരുപാട് പ്രയോജനം അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുറുവെണ്ണയെ പോലെ മറ്റെല്ലാ എണ്ണകളും നമുക്കെടുത്ത് തേക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം മുറുവെണ്ണയുടെ കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തു പോകുന്ന ഒരു എണ്ണയാണ് കർപ്പൂരാതി എന്ന് പറയുന്നത്. കർപ്പൂരാതിക്ക് വലിയ പ്രശ്നം വരില്ല. കർപ്പൂരാതി മുറുവെണ്ണയൊക്കെ അത്യാവശ്യം നമുക്ക് നീർക്കെട്ടിനൊന്നും കൂട്ടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ധന്വന്തരം പോലുള്ളവയൊക്കെ മുറുവെണ്ണയായിട്ടോ അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടോ ഒന്നും വെറുതെ നിങ്ങൾ വായിൽ തേക്കരുത്. വേദനകൾക്കൊക്കെ അത് വേദന കൂട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റുള്ള എണ്ണകൾ ധന്വന്തരം പോലുള്ളതൊക്കെ ചുമ്മാതെടുത്ത് നമ്മൾ ഒരിക്കലും ഒരു വീഴ്ച വന്നെന്നോ അല്ലെങ്കിൽ നടുവേദനയാണോ അല്ലെങ്കിൽ എന്താ പറയാ പെടലി വേദനയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആ ധന്വന്തരം എടുത്തൊന്നും തേക്കരുത് കേട്ടോ. ധന്വന്തരത്തിന്റെ പ്രോപ്പർട്ടീസ് തന്നെ വേറെയാണ്. അപ്പൊ അത് ചിലപ്പം വേദനയെ കൂട്ടാൻ ഭയങ്കര പോസിബിലിറ്റി ഈ ധന്വന്തരത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ധന്വന്തരം സ്വസ്ഥനിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നീർക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞ ഒരാൾക്കാരിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ധന്വന്തരം കുഴമ്പെന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉള്ള ഒരാളിൽ ധന്വന്തരം വാരി തേച്ചാൽ അത് അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം മുറുവെണ്ണ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് വാതത്തെയും അതേപോലെ വേദനകളെയും നീർക്കെട്ടിനെയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു എണ്ണയാണ്. അപ്പം മുറുവെണ്ണ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ.